ഹൗസിൽ നിന്ന് തിരിച്ചിറങ്ങുന്ന ഓരോ കണ്ടസ്റ്റൻറ്റുകളും അനുമോൾ എടുത്ത് വന്നിട്ട് ഓൾ ദ ബെസ്റ്റ് പറയാനായിട്ട് വരികയാണ്, യാത്ര പറയാനായിട്ട് വന്നിരിക്കുകയാണ്. ഇപ്പം സരിക വന്നിട്ട് കുറേ ഡയലോഗുകളൊക്കെ പറയുന്നുണ്ട്. ഞാൻ ഫാമിലിയായിട്ട് താമസിക്കുന്ന ഒരാളാണ്, പിന്നെ എനിക്ക് നീ അങ്ങനെ ഒരു ഡയലോഗ് അടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളിവിടെ അടിച്ച് പൊളിച്ചിട്ട് നമുക്ക് പോയേനെ ആയിരുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഒരു ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ടിട്ട് ഒരു പുച്ഛത്തോടെ തന്നെ നമ്മുടെ ലക്ഷ്മി തൊട്ടപ്പുറത്തിരിപ്പുണ്ട്. കാരണം ഈ 5 ദിവസവും അനുമോളെ ഇട്ട് കുത്തി വലിക്കുന്നതിന് മുന്നിട്ട് നിന്ന ആൾക്കാരാണ് ഇപ്പം ഈ കെട്ടിപ്പിടുത്തം നടത്തുന്നത്. ഞാൻ നിനക്കല്ലൊരു ഓൾ ദ ബെസ്റ്റ് പറയുന്നത്, എനിക്ക് നീ ഒരു ഓൾ ദ ബെസ്റ്റ് പറയണമെന്നൊക്കെയാണ് ഈ സരികയുടെ ഡയലോഗുകളൊക്കെ. അടുത്ത ആൾ പിന്നെ ഈ ഇത്രയും പ്രശ്നത്തിൻ്റെ കാരണക്കാരിയായ PR, ഇനി അവരെ അങ്ങനെ വിളിക്കേണ്ടത്, കുത്തിത്തിരിപ്പ് ബിന്നി എന്നല്ല, PR ബിന്നി എന്നാണ് ഇനി അറിയപ്പെടേണ്ടത്. കാരണം ഈ ഒരു വേർഡ് അവിടെ യൂസ് ചെയ്തത് തന്നെ ഈ സ്ത്രീയാണെന്ന് തോന്നുന്നു. വന്നിട്ട് കാണാം, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, ഇവിടെ വെച്ച് പറയണ്ട. അനുമോൾ പറയുന്നുണ്ട്, ഞാനും കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞു. നീ ഞാനും കൂടെ അനാവശ്യമായിട്ടൊരു വഴക്ക് പോലും ഉള്ളതായിട്ട് എനിക്ക് അറിയത്തില്ല, ഉണ്ടായിട്ടില്ല. എല്ലാ കണ്ടസ്റ്റൻറ്റിനെയും കണ്ട കണക്ക് തന്നെയാണ് നിന്നെയും കണ്ടത്. പക്ഷേ പുറത്ത് അങ്ങനെയല്ല, എനിക്കൊന്നും പറയണമെന്നുമില്ല, അതുകൊണ്ട് നമുക്ക് പുറത്ത് വന്ന് സംസാരിക്കാമെന്ന് പറയുന്നുണ്ട്. ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ടൊരു ഹഗ്ഗൊക്കെ കൊടുക്കുന്നുണ്ട് അനുമോൾക്ക്. അടുത്ത ആൾ വെയിറ്റിങ്ങിനായിട്ട് വന്നിട്ട് ഊഞ്ഞാലയിൽ ഇങ്ങനെ ചാരി നിൽപ്പുണ്ട്. നമ്മുടെ ശാരിക KB ഇൻ്റർവ്യൂവറാണ്. ഏത് സമയത്ത് ഏത് സ്വഭാവത്തിലാണ് പെരുമാറുന്നതെന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റാത്ത ഒരാളാണ് ആ സ്ത്രീ. സംഭവിച്ചതൊക്കെ നല്ലതിന്, സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതും നല്ലതിന്. നിൻ്റെ ഭാഗത്താണ് സത്യങ്ങളെങ്കിൽ നിനക്കെല്ലാ നന്മകളും വരും. അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ദൈവത്തെ വിശ്വാസമാണ്, എനിക്ക് എന്നെ വിശ്വാസമാണ്. ഇതൊക്കെ പറയുമ്പോൾ അനുമോൾക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടുന്നുണ്ട്, കരച്ചിൽ. എന്തായാലും അതെല്ലാം അങ്ങ് മാറും. എനിക്ക് നിൻ്റെ മുഖം കാണുമ്പം വിഷമമുണ്ട്. ഓൾ ദ വെരി ബെസ്റ്റ് പറഞ്ഞിട്ട് ഒരു ഹഗ്ഗ് കൊടുക്കുന്നുണ്ട്. ഇവരാരും ഒരു കരുണ കാണിച്ചില്ല. ഇടയ്ക്കെങ്കിലും പോയി ആ കൊച്ചിനോടൊന്ന് സംസാരിക്കാമായിരുന്നു, ഈ ആൾക്കാർ ഇത്രയും കൂടെ പ്രശ്നങ്ങളുണ്ടാക്കുന്ന സമയങ്ങളിൽ. അതൊക്കെ കണ്ടിട്ട് നമ്മുടെ ഊഞ്ഞാലിൽ നിന്ന് ലക്ഷ്മി എണ്ണീച്ചിരുന്ന് അവിടെ ചിരിക്കുന്നുണ്ട്. പഴയ അനുവിനെയാണ് നമുക്ക് കാണേണ്ടുന്നത്. ഓക്കെ എന്ന് പറയുന്നുണ്ട് ശാരിക KB. ലക്ഷ്മി പറയുന്നുണ്ട്, ഉള്ള ശക്തി ഞാൻ തന്നിട്ട് പോവുകയാണെന്ന് വിചാരിച്ചോ, മൂങ്ങിക്കൊണ്ടിരിക്കരുത്. അന്നേരം അനുമോൾ പറയുന്നുണ്ട്, ഞാനിപ്പോൾ ഓക്കെ ആയി, ഇനി കരയത്തില്ല. അനുമോൾ കരയുന്ന കണക്ക് ആക്ട് ചെയ്തിട്ട് പറഞ്ഞിട്ട് എന്ത് പറഞ്ഞ് അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട് അനുമോളുമായിട്ട്. ഇനി ഞാൻ കരയില്ല, ഞാൻ വീട്ടിലെല്ലാവരോടും സംസാരിക്കാമെന്ന് ലക്ഷ്മിയും പറയുന്നുണ്ട്. രണ്ടുപേരും കെട്ടിപ്പിടിച്ച് ഒരു 2 മിനിറ്റോളം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പം പ്രവീണാണെങ്കിൽ സംസാരിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അനുമോളോട്. ഞാൻ കെട്ടിപ്പിടിച്ചതുകൊണ്ട് ഇനി ആരും വന്ന് കെട്ടിപ്പിടിക്കത്തില്ലെന്ന് ലക്ഷ്മി അനുമോളോട് പറയുന്നുണ്ട് ചിരിച്ചുകൊണ്ട്. അപ്പോൾ രന ഫാത്തിമ ആ സൈഡിൽ കൂടെ പോകുന്നുണ്ടായിരുന്നു. പ്രവീൺ പറയുന്നുണ്ട്, ബിഗ് ബോസ് വന്നിട്ട് 2 പേര് എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളവരെ കിട്ടിയായിരുന്നു, പിന്നെ അതിലൊരാൾ നീയാണ്. ഞാനൊരു ഫ്രണ്ട്ഷിപ്പ് എടുത്തുകൊണ്ട് പോവുകയാണ് അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഇവിടെ വന്ന കണ്ടപ്പോഴേ എനിക്ക് മുന്നേ അറിയാവുന്ന കണക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അപ്പം പ്രവീണും പറയുന്നുണ്ട്, എനിക്ക് എന്നോ പരിചയമുള്ള കണക്ക് തോന്നി. അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് നാളത്തെ പരിചയമുള്ള ഒരാളെപ്പോലെ എനിക്ക് തോന്നി, പക്ഷേ അത് എങ്ങനെ എനിക്ക് പറയണമെന്ന് അറിയത്തില്ല. ഇപ്പം അതൊന്നുമല്ല, നീ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കണം, പുറത്തിറങ്ങിയിട്ട് സംസാരിക്കാമെന്ന് അനുമോൾ പറയുന്നുണ്ട്. പ്രവീൺ പറയുന്നുണ്ട്, നീ സ്ട്രോങ് ആയിട്ടിരിക്കണം. പ്രവീണിനോട് അനുമോൾ പറയാം, കൂടെ നിന്ന് ചതിക്കല്ലേ കേട്ടോ എന്ന് പറഞ്ഞിട്ട് ചിരിക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് കളിക്കണം. അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണേന്ന്. അങ്ങനെ പ്രവീൺ യാത്ര പറഞ്ഞിറങ്ങിയാണ്. അപ്പാന് ചേർത്ത് പറയുന്നുണ്ട്, കഴിഞ്ഞൊക്കെ മറക്കണം, സ്ട്രോങ് ആയിട്ടിരിക്കണം. അനുമോളുടെ കയ്യിലൊരു ഓറഞ്ച് ഇരിപ്പുണ്ട്, അതപ്പോൾ ചോദിക്കുന്നുണ്ട്, അത് നീ എനിക്ക് തരാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. അന്നേരം അനുമോൾ പറഞ്ഞു, അല്ല എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഹഗ് ചെയ്യുന്നുണ്ട്. അടുത്തതായി അഭിലാഷാണ് വന്ന്. അഭിലാഷ് കെട്ടിപ്പിടിക്കുന്നുണ്ട്. അല്ലെങ്കിലും നീ എൻ്റെ ഒരു കുഞ്ഞു പെങ്ങളാണെന്ന് എപ്പോഴും അഭിലാഷ് പറയുന്നുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അനുമോളോട് പറയുന്നുണ്ട്, ഓൾ ദ ബെസ്റ്റ്, സന്തോഷമായിട്ടിരിക്കണം, സ്ട്രോങ് ആയിട്ടിരിക്കണമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഹഗ്ഗും ചെയ്താണ് നമ്മുടെ അഭിലാഷ് യാത്ര പറഞ്ഞത്. ഒന്നിൽ പറയുന്നുണ്ട്, ഒരു ദിവസം മാത്രമേ ഇനി ബാക്കിയുള്ളൂ, അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കണം, സന്തോഷമായിട്ടിരിക്കണം, നമുക്ക് പൊളിക്കണം ഫിനാലെ, നല്ല ഫ്രഷായിട്ട് ഫിനാലയിലേക്ക് വരണം കേട്ടോ, സന്തോഷമായിട്ടിരിക്കണം, ഒന്നും കൊണ്ടും വിഷമിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് ഹഗ്ഗും ചെയ്യുന്നുണ്ട്. നെറ്റിയിലൊരു സ്നേഹ ചുംബനമൊക്കെ കൊടുത്തിട്ടാണ് നമ്മുടെ മുന്നിൽ പോയത്. അങ്ങനെ എല്ലാത്തിനെയും ഒരുവിധേന യാത്ര പറഞ്ഞ് ഇവിടുന്ന് എല്ലാം ഇറങ്ങിയിട്ടുണ്ട്. ബിഗ് ബോസ് കുറേ സമയമായിട്ട് പറയുന്നുണ്ട്, അത് നിങ്ങൾക്ക് ഈ ഹൗസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള സമയം കഴിഞ്ഞിരിക്കുകയാണെന്ന് ഒരുപാട് പ്രാവശ്യം അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും വല്ലച്ചാതിലും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് വീട്ടിൽ നിന്ന്.